പരിസ്ഥിതി ദിനമാണ് വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെല്ലാവരും വഴിയോരത്തൊക്കെ മരങ്ങൾ നടും. എല്ലാവരും റോഡരികിലും വീട്ടുമുറ്റത്തുമൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. പക്ഷേ ആ തൈകളൊക്കെ വളർന്നോ എന്നോ തണലായോ എന്ന് ആരും അന്വേഷിക്കാറില്ല. എന്നാൽ ഒരു മാഷുണ്ട്, 2021 മുതൽ റോഡരികിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആ തണൽ തേടി നടക്കുന്ന, ആ മാഷിൻ്റെ തണലെ തേടി നാട്ടുകാർ അന്വേഷിച്ച് വിളിക്കുന്ന ഒരു മാഷ്. ആ മാഷിന് പരിചയപ്പെടാൻ നമുക്ക്. രംഗം വടകര ഓർക്കാട്ടേരിയിലെ മാണിയൂർ ഹോട്ടൽ. ഒരാൾ ചായ കുടിച്ച് കൈ കഴുകുന്ന ഈ ദൃശ്യത്തിൽ ഒരു ചെറിമരം വളർന്നു നിൽക്കുന്നത് അധികമാരും ശ്രദ്ധിക്കാനിടയില്ല. പക്ഷേ നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഈ മരമാണ്. ഈ മരം മാത്രമല്ല, ഇതുപോലുള്ള 616 മരങ്ങൾ. ഈ മരം പറയുന്ന കഥ ഈ ലോകത്തിന് തന്നെ തണലാകുന്ന ഒരാശയത്തെക്കുറിച്ചും അതിൻ്റെ ഉപജ്ഞാതാവിനെ കുറിച്ചുമാണ്. 4 വർഷമായി ദിലീപ് മാഷ് എന്ന ഇയാളാണ് ഇത് നട്ടത്. അതിനെ നോക്കുകയും നനച്ച് വലുതാകുന്നവരെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നല്ല പടന്ന് പന്തലിച്ചിട്ട് നല്ല ഒരു തണൽ കിട്ടുന്നുണ്ട്. ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് നല്ല ഈ വേനൽക്കാലത്ത് നല്ലൊരു തണുപ്പ് ഉണ്ട് എന്നുള്ള എല്ലാവരും പറയുന്നു, ഇവിടെ കടയിൽ വരുന്നവരൊക്കെ. മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണി അധ്യാപകനായ ഡോക്ടർ ദിലീപിനെ കുറിച്ചാണ് മാണിയൂർ ഹോട്ടലിന്റെ ഉടമ സജീവൻ സംസാരിച്ചത്. വെറുതെ മരം നടാനാണെങ്കിൽ എവിടെയും നട്ട് ഒരു ഫോട്ടോ എടുത്താൽ പോരെ, ആവശ്യത്തിന് പരിസ്ഥിതി സ്നേഹം വളർത്തുകയും ചെയ്യാം. ദിലീപ് മാഷിന് പക്ഷേ അങ്ങനെ പോരാ. മരം നട്ടാൽ അത് വളരണം. ചായ കുടിച്ച് കൈ കഴുകുന്ന ദിക്കിൽ ഒരു മരം നട്ടാൽ കഴുകിക്കളയുന്ന വെള്ളം ഒരു നാടിന് തണലാകുമെന്ന് മാഷ്. ഈ പദ്ധതിൻ്റെ പേര് ഒരു ചായ ഒരു ചോല എന്നാണ്. നമ്മൾ സാധാരണ പരിസ്ഥിതി ദിനത്തിൽ പറയുന്നൊരു കാര്യമാണ്, ഒരുപാട് ചെടികൾ നടുന്നുണ്ട്, പക്ഷേ അതൊന്നും നമ്മളെ ഇവിടെ രക്ഷപ്പെടുന്നില്ല, സംരക്ഷിക്കപ്പെടുന്നില്ല. അതിന് സംരക്ഷിക്കപ്പെടുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു ചായ ഒരു ചോല എന്നുള്ള പദ്ധതി. നമുക്ക് ഒരുപാട് ഹോട്ടലുകളുണ്ട്, സാധാരണ കടകളുണ്ട്. അവിടെയൊക്കെ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കൈ കഴുകുന്ന വെള്ളത്തിൻ്റെ ആ ഒരു കൈ കഴുകി പോകുന്ന വെള്ളത്തിൽ നമുക്കൊരു ചെടി വളർത്താം എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. ഞാൻ 2013 പല ഹോട്ടലിൻ്റെ മുന്നിലായിട്ട് തുടങ്ങിയ പദ്ധതിയാണ്. ഇപ്പോൾ 610 ചെടികൾ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായിട്ട് പല കടകളുടെ മുന്നിലുണ്ട്. 2013 തുടങ്ങിയ പദ്ധതി ഇപ്പോഴും തുടരുന്നു. മണ്ണിനും മരങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന മാഷിൻ്റെ കൂടെ കുറേ കുട്ടികളും കൂടെ കൂടി. മാഷിൻ്റെ മരങ്ങൾ തേടി മനുഷ്യരേറെ എത്തിത്തുടങ്ങി. ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാം വെട്ടിമാറ്റി ഒരു മരങ്ങൾ വരെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടില്ല. ഇവിടെ വെച്ച് പിടിച്ച ഈ മരങ്ങളാണ് ഇവിടെയുള്ള ഒരു സാറിൻ്റെ വക. ഒരു ചായയോടൊപ്പം ഒരു മരം എന്നുള്ള രീതിയിലാണ് ഈ വെച്ച് പിടിച്ചത്. തീർച്ചയായിട്ടും മരങ്ങൾ വേണം, ഇവിടെ ചോലയില്ല. മാഷോട് പറയും, തീർച്ചയായിട്ടും മാഷ് വരണം. അതാണ് ഞങ്ങൾ ചോദിച്ചത്. ഇനിയും മരങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ തയ്യാറാണ്. അത് ഇതുള്ളത് കൊണ്ട് നമുക്ക് ഒരു 2:30 വരെ നമുക്ക് തുറന്നിരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ 12:30 കട മൂടണം. പിന്നെ 5:30, 6 വരെ വെയില. എന്ത് വലിയ ഉപകാരം തന്നെ പറയാം. ദിലീപ് മാഷ് നട്ട മരങ്ങൾ ഒന്നും ഉണങ്ങിപ്പോയിട്ടില്ല. പകരം നാട് ഏറ്റെടുത്തു. മഹാനായ പരിസ്ഥിതി സ്നേഹി സുന്ദർലാൽ ബഹുഗുണയുടെ ജന്മവർഷമായ 1927 അനുസ്മരിപ്പിക്കും വിധം 1927 മരങ്ങൾ നടണമെന്നാണ് മാഷിന്റെ ആഗ്രഹം. മാഷിനെ പോലെ മനസ്സുള്ളവർ നാളേക്കായി നട്ടുവളർത്തിയ മരങ്ങളാണ് കഴിഞ്ഞ കൊടും വേനലിൽ നമ്മൾക്ക് തണലായത്. പടർന്നു പന്തലിക്കേണ്ട മഹത്തായ ഒരാശയത്തെയാണ് ദിലീപ് മാഷ് മണ്ണിൽ നട്ടു വളർത്തുന്നതെന്ന് ഈ തണലുകൾ സാക്ഷ്യം. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.